വിയർത്ത് തുമ്മാനിരുന്നാൽ മതി. നമ്മളെവിടാ പോകുന്നത്? നമ്മൾ മെറീന ബേ, സിംഗപ്പൂർ മെറീന ബേ. ഓക്കെ. ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, അമ്മ പറഞ്ഞില്ലേ ഞങ്ങൾ പോകുന്നത് മെറീന ബേ. മെറീന ബേ എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, ഒരു ഡോം ഒക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേ ബി ഒരുപാട് സിംഗപ്പൂർ വ്ളോഗ്സ് ചെയ്യുന്നവരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മെയിൻ സിംഗപ്പൂരിൻ്റെ ഒരു ലോഗോ ഉണ്ടല്ലോ, സിംഹം, അതിൻ്റെ വായിക്കൂടി മറ്റേ വാട്ടർ വരില്ലേ, ആ ഒരു വ്യൂ കാണാനാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നാട്ടിലുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തു, എൻ്റെ സ്റ്റുഡിയോയിലുള്ള സ്റ്റുഡൻസിൻ്റെ പേരൻസ്, സ്റ്റുഡൻസ്, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് വീഡിയോസ് എന്നൊക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അമ്മയ്ക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എപ്പോഴും ഇവളെന്താ വീഡിയോയും ഫോട്ടോസും എടുക്കുന്നത്. ഇപ്പോൾ ആൾ ഉഷാറാണ്, കൂളായിട്ടുണ്ട്. ഈ ഓടി പോകുന്നത് ചേട്ടനെ തിരക്കി പോവാട്ടോ. MRTയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ മീൻസ് അമ്മയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ മോൻ, നിതിൻ രാജ് എന്നാട്ടോ പേര്. ഞങ്ങൾ ഉണ്ണിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അണ്ണാനെ കണ്ടപ്പോഴേക്കിനും അമ്മ ഓടി പോവാണ്. ഞാൻ പിറകിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അണ്ണാണ് എന്നെ കണ്ടപ്പോഴേക്കിനും കൈയൊക്കെ കൂപ്പി വീഡിയോ ഒക്കെ കാടുപിടി എല്ലാവരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞു. അണ്ണാണപ്പോൾ പറയാം, എന്നെ ഒന്നും പിടിക്കല്ലേ കുഞ്ഞമ്മേ എന്നൊക്കെ. അണ്ണാൻ്റെ വൈഫ് എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ഇപ്പം നാട്ടിലുണ്ട്. ചേച്ചി ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ്. ഞങ്ങളുടെ ഉണ്ണിമുളക്ക് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അണ്ണാണൻ വരും എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ലീവാണ്. ഇവിടെ ഫ്ലാറ്റിൽ വന്ന് കാണാൻ കുഞ്ഞമ്മ കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ അങ്ങ് പോകും, വേഗം പോകുമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫിലിപ്പിൻ ആൻറ്റി. അറിയാം എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇല്ല, ഫസ്റ്റ് ഈ വീഡിയോയില കേട്ടോ, സോറി, ഈ വീഡിയോയിലാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഹെയ്ദി എന്നാണ് പേര്, ഞാൻ ദീദി എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും വരാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന പച്ച യൂണിഫോം ഇട്ട് കുറേ ആൾക്കാർ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്റ്റുഡിയോ മിസ് ചെയ്തു കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അണ്ണാണം പറഞ്ഞു തരുമായിരുന്നു. എവിടെ ചെന്ന് ഇറങ്ങിയാൽ എങ്ങനെ പോകാൻ പറ്റും, പിന്നെ മാപ്പ് കാണിച്ചു തന്നു. നീ എവിടെ ഒറ്റയ്ക്ക് പോയാലും പ്രശ്നമില്ല, പാസ്പോർട്ട് കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ബാക്കി ഡീറ്റെയിൽസ് ഫോണിലും നീ സൂക്ഷിക്കുക, ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ഇതാണ്, അപ്പോൾ അതിൻ്റെ ഓരോ ലൈൻ കാണിക്കും. അപ്പോൾ ആ സൈഡ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ട് അതിൽ MRTയിൽ കറക്റ്റ് കയറിയാൽ മതി. പിന്നെ ഒന്നുമില്ല, നീ എവിടെ നിന്ന് എന്നെ വീഡിയോ കോൾ ചെയ്താലും ഞാൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്നൊക്കെ അണ്ണാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് ഇനി അണ്ണാണം പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു പോയി. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു കാർഡ് ടാപ്പ് ചെയ്താൽ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. ഐ മീൻ MRT, ബസ്സിനും MRTക്കും മെട്രോയ്ക്കും യൂസ് ചെയ്യാൻ സെയിം ഒരു കാർഡ് മതി. അത് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇത്ര രൂപ ഇടണം. പിന്നെ കൂടുതൽ പേരും വർക്കേഴ്സൊക്കെ കൂടുതലും പിന്നെ അവരുടെ എന്താ പറയുക, ബാങ്ക് കാർഡാട്ടോ യൂസ് ചെയ്യുന്നത്. ബാങ്ക് കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ ഫ്രണ്ടാണ്. അപ്പോൾ അണ്ണാണൻ പറഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാം, അപ്പം നിനക്ക് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ കൂടി കേട്ടോ കൂടുതലും MRT പോകുന്നത്, അപ്പം വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അണ്ണാണൻ എന്നെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടുപോയി. ഇവിടെ ഇങ്ങനെ ഓടിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല, ഡ്രൈവേഴ്സോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ ഹേദി ദീദി വന്നു. ദീദി കയ്യിൽ ഫ്രൂട്ട്സും വെള്ളവും പിന്നെ കൊടയും ഒക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ നമ്മളിപ്പോൾ എന്താ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ പേര് ഗ്രീൻ ഗാർഡനോ അങ്ങനെ എന്തോ, ഗാർഡൻ ബേ ആണ്. ഇവിടെ ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് പോകുന്നത് മെറീന ബേ ആണ്. അതാണ് 2 എപ്പിസോഡായിട്ട് ഞാൻ വീഡിയോ ഇടും. ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ്. ഫസ്റ്റ് എപ്പിസോഡിനകത്ത് എന്തായാലും മെറീന ബേ കാണില്ല, ഡോം കാണിക്കും. പിന്നെ ഈ ഡോം നിൽക്കുന്നത് 3 എന്താ പറയുക ബിൽഡിങ്ങിൽ ആണ് ഡോം നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക ഷേപ്പിൽ ഏറ്റവും ടോപ്പിലൊരു ഹോട്ടൽ ഉണ്ട്, ആ ഡോം, അതാണ് ഡോം.
പിന്നെ ഇവിടെ കാസിനോ ഉണ്ട്, മിക്കയിടത്തും കാസിനോസ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിലെ കാസിനോ ആണിത്. മെറീന ബേയിൽ കാസിനോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാൻഡോസയിലും കാസിനോ ഉണ്ട്. ഞാൻ പോകുന്ന വീഡിയോ ഞാൻ ഇടാം, അപ്പോഴും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ടോപ്പിലെല്ലാം ഗിഫ്റ്റും സിംഹങ്ങളും പിന്നെ ഫോട്ടോ സെക്ഷൻസ് കുറേ ക്രിസ്മസ് തീമിൻ്റെ കുറേ ഫോട്ടോ സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെന്താ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ അപ്പു വന്നിട്ട് അപ്പൂസ് ഇതെല്ലാം കണ്ടിട്ട് അപ്പൂന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവന് വീഡിയോസ് ഒന്നും ഇടാനോ ആ ടൈമിൽ വലുതായിട്ട് നമ്മുടെ കയ്യിൽ വലിയ സെറ്റ് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണുന്നതിലുപരി എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്റ്റുഡൻസും എന്താ പറയുക, എന്നെ അറിയാവുന്നവരൊക്കെ കാണുമ്പോഴുള്ളൊരു അവർ നമ്മളൊക്കെ തിരിച്ചൊരു റിപ്ലൈ തരുമല്ലോ, അടിപൊളിയായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. അതായിരുന്നു മെയിൻ. എല്ലാവരും കാണാൻ, മെയിനായിട്ട് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഇതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് മുഴുവനും എടുക്കുന്നത് കുഞ്ഞമ്മ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ദുരിയാൻ പഴമുണ്ട് ഇവിടെ, ചക്കയുടെ പോലത്തെ ഒരു ജാക്ക് ഫ്രൂട്ടാണ്, ഒരു ടൈപ്പ് ഓഫ് ജാക്ക് ഫ്രൂട്ട്. അതിൻ്റെ ഷേപ്പ് ബിൽഡിംഗ് പണിത്. ഇത് ഡോം കേട്ടോ, ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലേ മുന്നേ. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഞാനൊക്കെ ലാസ്റ്റ് ടൈമിൽ നല്ല ഹെഡേക്ക് എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടി. ദീദിയാണെങ്കിൽ കുടയൊക്കെ ആയിട്ട് വന്ന് അമ്മ കളിയാക്കുകയാണ് രണ്ടുപേരെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഇവിടെ നിന്ന് കളിയൊക്കെ ആക്കിക്കോ, ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യട്ടെ, അപ്പം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ നടക്കുന്നതൊക്കെ എടുക്കാമെന്ന്. കൂടുതലും ചേട്ടൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തു തന്നു. എന്താ പറയുക, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കോമഡീസൊക്കെ പറഞ്ഞ് ഇവിടെ മാറി നിന്ന് പാവം ഞങ്ങൾ കൂടെ വന്നിട്ട് പോസ്റ്റായിരുന്നു, ഭയങ്കര പോസ്റ്റായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ നടന്നിട്ടാട്ടോ പോകണ്ടേ. ഈ ഒരു വഴിയും ഉണ്ട് നടക്കാൻ, ഇങ്ങനെ അവിടെ എത്താൻ പറ്റും. ഇവിടുന്ന് ഈ വഴി കൂടി അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ മുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല, എനിക്ക് പ്രത്യേകം എന്തൊക്കെയോ റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു, എക്സ്പെൻസീവാണ്. അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞ ആമ്പൽ കണ്ടു, അത് ഞാൻ കാണിക്കാം. ഇതിൽ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ചേട്ടനാട്ടോ കാണിച്ചു തന്നത്. ഈ മഞ്ഞ ആമ്പൽ കണ്ടിട്ടുണ്ടോ? ബ്ലൂ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ വൈറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ യെല്ലോ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ യെല്ലോ കാണുന്നത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. കണ്ടിട്ടുണ്ടാവില്ല എന്ന്. ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, എനിക്ക് സീരിയസ്ലി എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. പിന്നെ കൂടുതലും ഇവിടെ ഉണ്ട് കേട്ടോ റീൽസൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ. ഈ എൻ്റെ ഫ്രണ്ടിൽ റെഡ് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നവരൊക്കെ റീൽസ് എടുക്കാൻ വരുന്നവരാണ്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ യൂണിഫോമായിട്ടോ ഇട്ടിട്ട് ഫസ്റ്റ് ഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയത്. ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മെറീന ബേയിൽ പോയി ഫോട്ടോസ് എടുക്കുമ്പം മേക്ക് ദ ഫസ്റ്റ് മൂവ് ആൻഡ് സോബ് എൻ്റെ സ്റ്റുഡിയോ നെയിമുള്ളൊരു എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണമെന്ന്. ഞാനതുകൊണ്ട് എൻ്റെ യൂണിഫോം ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു പാലത്തിൽ കൂടി കയറി അങ്ങോട്ട് പോകണം, ആ സൈഡ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്ന എൻ്റെ സ്ട്രെയിറ്റ് നോക്കിയാൽ മെറീന ബേ കാണാൻ പറ്റും. ഈ ഇത്രയും ഭാഗം വേണം നമ്മൾ കറങ്ങി ചുറ്റി ഇത്രയും ദൂരം എത്തണം. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോസിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.